സലാലയായിരുന്നാലും മസ്കറ്റായിരുന്നാലും ഏതാണ്ട് തുടക്കം മുതൽ തന്നെ സെന്ററുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. 1984 ഡിസംബറിലാണ്, ഡിസംബർ മാസങ്ങളിലാണ് സലാലയിൽ ഇസ്ലാഹി സെന്റർ രൂപീകരിക്കുന്നത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് മസ്കറ്റിലും ഇസ്ലാഹി സെന്റർ ഉണ്ടാവുന്നത്. തുടക്കക്കാരായ ഈടെ മരിച്ചുപോയ പാലക്കാട് സ്വദേശി PI ഇബ്രാഹിം സാഹിബും ഒമാൻ എയറിൽ ഉദ്യോഗസ്ഥനായിരുന്ന റഹീം സാഹിബുമൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് തുടങ്ങിയ ഇസ്ലാഹി സെന്റർ പ്രവർത്തനം വളരെ റാഹത്തായി തന്നെ, വളരെ പ്രയോജനകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഞാൻ ഓർക്കുന്ന കുറേ വ്യക്തിത്വങ്ങൾ അവിടെയുണ്ട്. അബ്ദുൽ വാഹിദ് തിക്കോടി മുതൽ അനസ് കടലുണ്ടി, സഞ്ജബീൽ മിശ്രി, ഡോക്ടർ സിദ്ദീഖ് സാഹിബ്, സൗദ് അരീക്കോട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷാജഹാൻ സാഹിബ്, സിറാജ് സാഹിബ് തുടങ്ങിയ എല്ലാവരെയും മനസ്സറിഞ്ഞ് നന്മയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ജീവിക്കുന്നു. ഞാൻ കുറേ കാലം ഗൾഫിൽ സലാലയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോവുകയാണ്. ഒരുപാട് കണക്കുകൂട്ടലുകൾ, ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളെ പരിശോധിക്കുമ്പോൾ, നമ്മൾ നമ്മിലേക്കൊന്ന് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തും ഒന്ന് കണ്ണോടിക്കുമ്പോൾ, ഈ പ്രവാസ ജീവിതത്തിൽ പെട്ടുപോയ ആളുകൾ, അങ്ങനെ തന്നെ ഞാൻ പ്രയോഗിക്കുകയാണ്, പെട്ടുപോവുകയാണ്. സാഹചര്യം അവരെ അങ്ങനെ പെടുത്തുകയാണ്. അങ്ങനെ പെട്ടുപോയ ആളുകളുടെ ജീവിതം അത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, പുഞ്ചിരിയുടെ, നേട്ടത്തിന്റെ കണക്കുകളെക്കാളേറെ പരിശോധന വിധേയമാക്കിയാൽ നമുക്ക് മനസ്സിലാകും ദുഃഖത്തിന്റെയും പ്രയാസത്തിന്റെയും വിഷമത്തിന്റെയും ആഗ്രഹിച്ച പലതും നേടാൻ കഴിയാതെ പോയതിന്റെയും ജീവിതമായിരിക്കും ഉണ്ടാവുക. പല ആളുകളുടെയും അവസ്ഥ അതാണ്. ചുരുക്കം ചില ആളുകൾ നേടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് സമാധാനപരമായി ജീവിക്കുന്നു. നമ്മളത് ആലോചിക്കൂ. ഇന്നലെ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്ന് സ്വന്തം മകളെ കല്യാണം നടത്താൻ വേണ്ടി മെനിയാന്ന് അല്ലെങ്കിൽ ഇന്നലെ നാട്ടിലേക്ക് പുറപ്പെട്ട അബ്ദുസത്താർ എന്നൊരു സഹോദരൻ. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ പത്രത്തിൽ. എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ആ വധുവാകേണ്ടിയിരുന്ന മകളും ബാപ്പയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി വീട്ടിൽ എത്തും മുമ്പേ തന്നെ ഒരു അപകടത്തെ തുടർന്ന് ഈ ഉപ്പയും വധുവാകേണ്ടിയിരുന്ന മകളും മരിച്ചുപോയി. ഇന്നലെ നടന്ന സംഭവമാണ്, ഏറ്റവും ഒടുവിലത്തെ സംഭവം. നമ്മളിവിടെ കഴിഞ്ഞ ആഴ്ച ഒത്തുകൂടിയവരാണ്. ഇന്നും അൽഹംദുലില്ലാഹ് നമുക്കിവിടെ ഒന്നിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. മിനിയാന്ന് ഇതേ സമയത്ത് ചിലപ്പോൾ ഈ അബ്ദുസത്താർ എന്ന് പറയുന്ന ഉപ്പ ഒരുപാട് സ്വപ്നങ്ങളുമായി നാട്ടിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലായിരിക്കാം. പല കണക്കൂട്ടലുണ്ടാവും. മകളുടെ കല്യാണം ഇന്ന രീതിയിൽ നടത്തണം, ഇന്ന ആളുകളെ വിളിക്കണമെന്നൊക്കെ ഉള്ള ഒരുപാട് സ്വപ്നങ്ങൾ ആ മനുഷ്യനുണ്ടാവാം. നമ്മളൊക്കെ കാണുന്നത് പോലുള്ള സ്വപ്നങ്ങൾ. പക്ഷേ ഒന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയും മുമ്പേ പടച്ചവൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിപ്പോഴും ഒരു നീറുന്ന ഓർമ്മയായി അനുഭവത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു നിമിഷത്തെ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട്, 2-3 മണിക്കൂറുകൾ കൊണ്ട് തകർന്നടിഞ്ഞു പോയത് ഇന്നും കണക്കെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിഭവങ്ങളാണ്, പ്രദേശമാണ്, മനുഷ്യന്മാരാണ്. ഇന്നും കണക്ക് കൃത്യമല്ല. 1-2 മണിക്കൂർ കൊണ്ട് മാത്രം ഉണ്ടായ
ഉരുൾപൊട്ടലിലൂടെ പാറക്കെട്ടുകളും മരങ്ങളുമൊക്കെ കടപുഴകി അവരുടെ വീടുകളെ നാമാവശേഷമാക്കി വീടുകൾക്കുള്ളിൽ അവർ ഞെരിഞ്ഞമർന്നു മരിച്ചുപോയി. നൂറുകണക്കിന് ആളുകൾ. ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. ഒരുപാട് ആളുകളുടെ സഹായ ഹസ്തങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യജീവൻ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരിക്കൽ പോലും നഷ്ടപ്പെട്ടു പോയ വിഭവങ്ങൾ, അത് സമ്പാദ്യമാ ഏത് രീതിയിലാവട്ടെ, വീടാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, ഉപജീവന മാർഗങ്ങളാവട്ടെ, അതൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ എന്തുമാത്രം സേവനം ചെയ്ത് അവരെ സംരക്ഷിച്ചാലും അവരെ പുനരധിവസിപ്പിച്ചാലും ഒരിക്കൽ പോലും നമുക്ക് പഴയ രീതിയിൽ സമാധാനത്തോടെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ കഴിയില്ല. ജീവിതം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈ ജീവിതത്തെ നമ്മൾ അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ഒരുപാട് ആളുകൾ ജനസേവന രംഗത്ത് ഇറങ്ങി വന്നു. പക്ഷെ ചുരുക്കം ചില ആളുകൾ പടച്ചവനെ പരിഹസിക്കാൻ വേണ്ടി രംഗത്ത് വന്നു. ഇതെന്തൊരു ക്രൂരനാണ് പടച്ചവൻ, ഇതെന്തൊരു ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഇളകി മറിഞ്ഞു. അതങ്ങനെ അവസാനിച്ചു. അന്ന് 9 തന്റെ അച്ഛനും അമ്മയുമടക്കം 9 കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരാൾ തയ്യാറായി. നേരത്തെ പറഞ്ഞുറപ്പിച്ച വിവാഹമാണ്. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അതിനുശേഷം നടക്കുകയാണ്. അവൾക്ക് ആകെ അവലംബമായി തീർന്ന ഈ സഹോദരൻ, ജൻസൺ എന്നോ മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്, അല്ലേ? ആ മനുഷ്യൻ ഇക്കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ചുപോയി. ദുരന്തത്തിനുമേൽ ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിലല്ലാതെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണിത്. അന്നും ആളുകൾ വിളിച്ചുകൂവി, ദൈവം ഇല്ല കേട്ടോ, ദൈവത്തിന് കണ്ണില്ല, ദൈവത്തിന് കാതില്ല, ദൈവത്തിന് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല കേട്ടോ ഒന്ന് വിളിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ദുരന്തത്തിനുമേൽ ദുരന്തം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നേക്കാവുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്? ഈ ചുരുങ്ങിയ സമയത്ത് ഇക്കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വയനാട് പോലുള്ളൊരു ദുരന്തം ഈ മസ്കറ്റിൽ വന്നു ചേരില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതേപോലെ സമാധാനത്തോടെ ഇരുന്ന ആളുകളാണ് ഒരു സമയമാകുമ്പോൾ കുത്തിയൊലിച്ചു പോയത്. ഇവിടെ വേറെ ഏതെങ്കിലും ദുരന്തങ്ങൾ വന്നി ഗോനു പോലുള്ള ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ കേട്ടതാണ്, ഉണ്ടായതാണ്. വരില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അപ്പം നമ്മുടെ ജീവിതം പടച്ചവൻ നമുക്ക് കനിഞ്ഞരുളി നൽകിയ നമ്മുടെ ഓരോ നിമിഷവും, നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ ജബ്ബാർ എന്ന സൗദിയിൽ നിന്ന് വന്ന പിതാവ്, ആ പിതാവ് ഞാനായിരുന്നുവെങ്കിൽ ഞാനിന്ന് ലോകത്തില്ല. ആ മനുഷ്യൻ ഞാനല്ലാത്തതുകൊണ്ട്, അള്ളാഹു എനിക്ക് ആയുസ് തന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമുക്ക് നൽകിയ അപാരമായ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മൾ ഇന്നിവിടെ ഒരുവിധം സമാധാനത്തോടെ ഇരിക്കുന്നത്. നമ്മോടൊപ്പം ജീവിച്ച എത്ര പ്രിയപ്പെട്ട ആളുകൾ വിട പറഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, കോവിഡ് കാലത്ത് നമുക്ക് എത്ര വേണ്ടപ്പെട്ട ആളുകൾ രോഗം പിടിപെട്ട് മരിച്ചുപോയി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് പലർക്കും രോഗം വന്നിരുന്നു. പക്ഷേ പടച്ചവൻ നമ്മളെ തിരിച്ചു വിളിച്ചില്ല, നമുക്ക് ആയുസ് തന്നു. അനുഗ്രഹമല്ലേ അത്? നമ്മോടൊപ്പം സഞ്ചരിച്ച, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുകൂടെ സഞ്ചരിച്ചു പോയുന്ന എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ എത്ര അപകടങ്ങൾ കണ്ടവരാണ്. നമ്മുടെ വാഹനം അങ്ങനെ ഒരു അപകടത്തിൽ പെട്ടില്ല എന്നുള്ളത് പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹമായി നാം തിരിച്ചറിയണം. അപ്പോൾ അനുഗ്രഹങ്ങളിൽ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ നമ്മെ പൊതിഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ
ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതം എന്നുള്ളത് കുറച്ചു കാലം ഇവിടെ ജീവിച്ചങ്ങ് മരിച്ചു പോകുമ്പോൾ സത്യത്തിൽ ഓരോ മനുഷ്യനെ കുറിച്ചും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ആ മനുഷ്യനിൽ ഇനിയും എന്തൊക്കെയോ ജീവിച്ച് തീർക്കാൻ, ജീവിതത്തിൽ നിർവഹിക്കാനുള്ള ദൗത്യം ബാക്കിയാക്കിക്കൊണ്ടാണ് അയാൾ പോയത് എന്ന് പല ആളുകളെക്കുറിച്ചും മനസ്സിലാക്കാൻ, പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. എന്തൊക്കെയോ ആ മനുഷ്യനിൽ പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ല. ഒരു വീടാവാം, കല്യാണമാവാം, അല്ലെങ്കിൽ മക്കളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആഗ്രഹമാവാം, പലതുമാവാം. എന്തായിരുന്നാലും നമ്മുടെ കൺമുമ്പിലുള്ള എല്ലാ മനുഷ്യന്മാരും അവർ പരിപൂർണമായി ദുനിയാവിൽ അവരാഗ്രഹിച്ച കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച ശേഷമേ ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോകുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെയോ ബാക്കിയാക്കി വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. എന്തൊക്കെയോ ബാക്കിയാണ്. പലതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ ജബ്ബാറിന്റെ കാര്യമായിരുന്നാലും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അനുഭവമായിരുന്നാലും ഇതാണ് വസ്തുത. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചാൽ വളരെ നിസ്സാരമാണ് ജീവിതം, വളരെ നിസ്സാരം. നമുക്ക് നമ്മുടെ ആയുസ് നിർണ്ണയിക്കാൻ കഴിയുമോ? എനിക്കെന്റെ ആയുസ് ഇപ്പൊ 63 വർഷം ഞാനിവിടെ ജീവിച്ചു. ഇനി എത്ര വർഷം പോട്ടെ, എത്ര മാസം, എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് ഞാനിവിടെ ഭൂമിയിൽ ജീവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലനാണ് നമ്മൾ ഓരോരുത്തരും. ദുർബലമാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ആയുസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അത്രമേൽ ദുർബലമായ ജീവിതമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, മാ കാന ലക്കും അൻ തുംബിതു ശജറഹ. സൂറത്തുൻ നഹ്ലിലെ 60-ാമത്തെ ആയത്താണ്. ചെടികൾ മുളപ്പിക്കാൻ പോലും നിങ്ങൾക്കാവില്ല. പാഴ്ചെടികളില്ലേ, ഒരുപാട് പാഴ്ചെടികൾ വെറുതെ പറിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന പാഴ്ചെടികൾ, അതൊന്ന് മുളപ്പിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഈച്ചയുടെ ചിറക് പോലും നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ, സജ്ജീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഈച്ചയുടെ ചിറക് പോലും ഒരുക്കി കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിക്കുന്ന നമ്മളെന്ന 1, 2, 3 ദിവസത്തെ ഒരു പനി കൊണ്ടോ ശരീരത്തിലുണ്ടാകുന്ന മറ്റെന്തെങ്കിലും ക്ഷതം കൊണ്ടോ തളർന്നു പോകുന്ന മനുഷ്യജീവിതം. ദുർബലനാണ് മനുഷ്യൻ. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവൻ എങ്ങനെ ദുനിയാവിൽ ജീവിക്കണം എന്നതിന് കൃത്യമായൊരു പാഠം, ഒരു നിർദ്ദേശം, ഒരു സന്ദേശം അനിവാര്യമാണ്. മുന്നോട്ടുള്ള എൻ്റെ സമയത്തെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ജീവിതം വളരെ ഹ്രസ്വമാവാം, വളരെ വിശാലവുമാവാം. ഏതായിരുന്നാൽ പോലും അതിനെ നിർണയിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ദുർബലനായ ഞാൻ ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിച്ചു പോകണമെന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠത്തെക്കുറിച്ചുള്ള ചിന്ത അവനുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞൊരു വിഷയമുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തവനുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് അതിജയിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തവനുണ്ട്. പക്ഷെ ആ കരുത്തിലൂടെ അവൻ വളർന്നു വരേണ്ടതുണ്ട്. ആ കരുത്തിലൂടെ അവൻ ഉയർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഉയർന്നു വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ് അവന്റെ ജീവിതം. അവന്റെ ജീവിതം അത്യത്ഭുതകരമാണ്. ഇൻ അസ്വാബത്തുഹു സറാഹു ശകറാ. അവന് അനുഗ്രഹങ്ങൾ വന്നാൽ, അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഇങ്ങനെ, നേട്ടങ്ങൾ ഇങ്ങനെ, അവൻ പ്രതീക്ഷിക്കുന്നതിലപ്പുറം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ വന്നുകൊണ്ടേ ഇരുന്നാൽ ശകറ, അവൻ പടച്ചവനെ സ്തുതിക്കും. അവൻ മതിമറക്കൂല, അവൻ അഹങ്കരിക്കൂല.
അവൻ പടച്ചവനെ സ്തുതിക്കും. അത് ഫകാന ഖൈറൻ ലഹു, അതവനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം. ആ അനുഗ്രഹത്തിൽ നിന്ന് പടച്ചവനെ ശുക്ർ ചെയ്യുന്നതോടുകൂടി അവനെ സംബന്ധിച്ചിടത്തോളം അതവന് ഗുണകരമായിരിക്കും. വഇൻ അസാബത്ഹു ളറാഉ സ്വബറ, എന്താണ് ആപത്ത് വന്നുപോയാൽ, പ്രയാസം വന്നുപോയാൽ, നമ്മൾ ഈ കാണുന്നത് പോലുള്ള ദുരന്തങ്ങൾ അവനിൽ വന്നു ഭവിച്ചാൽ സ്വബറ, അവൻ ക്ഷമിക്കും. അപ്പോൾ ഫക്കാന ഖൈറൻ ലഹു, അവനെ സംബന്ധിച്ചിടത്തോളം അതവന് ഖൈറായിത്തീരും. അപ്പൊ ജീവിതം എന്നുള്ളത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. ജനിമൃതികൾക്കിടയിലുള്ള ഈ സമയം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതാണ്. സുഖം മാത്രം ആർക്കും ലഭിക്കുന്നില്ല, ദുഃഖം മാത്രമായി ആരും ജീവിച്ചു പോകുന്നുമില്ല. ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും പടച്ചവൻ തരുന്നതാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെ അവന്റെ ഈമാനിനെ അവൻ കരുത്തുറ്റതാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനിൽ വിജയിക്കാൻ കഴിയും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിച്ചു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസ്ൻ വലാ അദം വലാ ഗം ഹത്ത ശൗകത്തു യുഷാകുഹ. ഒരു വിശ്വാസിക്ക് ക്ഷീണമോ രോഗമോ ആശങ്കയോ ദുഃഖമോ ഉപദ്രവമോ ഒന്നും ബാധിക്കുകയില്ല. ഹത്ത ശൗകത്തു യുഷാകുഹ, കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അക്കാരണത്താൽ അവന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടല്ലാതെ. ഒരാൾക്ക്, ഒരു സത്യവിശ്വാസിക്ക് ഒരുപാട് ആളുകൾക്ക് രോഗം വരും, ഒരുപാട് ആളുകൾക്ക് വിഷമം വരും, ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും, ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പക്ഷേ ഒരു സത്യവിശ്വാസി ഒരു ദുരന്തം ഏറ്റുവാങ്ങുമ്പോൾ, ഒരു പ്രയാസം അവനെ പിടികൂടുമ്പോൾ അവനിൽ നിന്നും പാപങ്ങൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടല്ലാതെ അതവനെ സ്വാധീനിക്കുന്നില്ല, അതവനെ പിടികൂടുന്നില്ല. എന്തിനേറെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. അപ്പോൾ സത്യവിശ്വാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരന്തമുണ്ടാകുമ്പോഴേക്ക്, ആപത്തുണ്ടാകുമ്പോഴേക്ക് അലമുറയിട്ട് കരയുക എന്നുള്ളതല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല, അതുപോലും എനിക്ക് ആഖിറത്തിൽ വിജയം നേടാനുള്ള അവസരമാണ് എന്ന തിരിച്ചറിവിലൂടെ അവൻ ജീവിക്കും. അതുപോലും തന്റെ ആഖിറ വിജയത്തിലുള്ള കാര്യമാണ് എന്ന തിരിച്ചറിവിലൂടെ അവൻ ജീവിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ലാ യമൂതന്ന അഹദുക്കും, ഒരാളും മരിച്ചു പോവരുത്, ഇല്ലാ വഹുവ യുഹ്സിനുൽ ലന്ന, പടച്ചവനെ കുറിച്ചുള്ള ബില്ലാഹി അസ്സ വജൽ, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുൽ ലന്ന ബില്ലാഹി അസ്സ വജല്ല, ഒരാളും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയിലല്ലാതെ മരിച്ചു പോവരുത്. നമ്മളാരും മരിച്ചു പോവരുത്, പടച്ചവനെ കുറിച്ചുള്ള നല്ല ചിന്തയായിരിക്കണം ആ സമയത്ത് പോലും നമ്മിലുണ്ടാവേണ്ടത്. പ്രവാചകൻ പറഞ്ഞപ്പാന്നറിയോ, പ്രവാചകൻ വഫാത്താവുന്നതിന്റെ 3 ദിവസം മുമ്പ്, ഹദീസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഖബ്ല മൗതി സലാസി അയ്യാം, പ്രവാചകൻ മരണപ്പെട്ടു പോകുന്നതിന്റെ, വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് പറഞ്ഞാണ്, ഒരാളും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്തയോടെയല്ലാതെ മരിച്ചു പോകരുത്. എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും, ഏതൊരു പ്രയാസകരമായ അവസ്ഥയാണ് നമ്മെ സ്വാധീനിക്കുന്നത് എങ്കിൽ പോലും, ആ അവസരത്തെ നമുക്ക് നല്ല ചിന്തയിലൂടെ കൊണ്ടുപോവാൻ കഴിയണം. മരണാസന്നനായ ഒരു യുവാവിന്റെ അടുക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഇർജുല്ലാഹ യാ റസൂലല്ലാഹ് കൈഫ തജിദുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എങ്ങനെയാണ് സഹോദര നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ, ഇർജുല്ലാഹ യാ റസൂലല്ലാഹ് വ അഖാഫു ദുനൂബി, അള്ളാഹുവിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു പ്രവാചകരെ, മാത്രമല്ല എന്നിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുന്നു പ്രവാചകരെ എന്ന് 2 കാര്യങ്ങൾ
പ്രവാചകന്റെ അടുക്കൽ വെച്ച് ആ യുവാവായിരുന്ന മനുഷ്യനാണ്. മനുഷ്യൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യജ്തമിയാനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗത്തിനി ഇല്ലാ അതാഹു അല്ലാഹു മാ യർജു വ ആമനഹു മിമ്മാ യഖാഫ്. ഒരു അടിമയുടെ ഹൃദയത്തിൽ ഇതേപോലെ ഉള്ള സന്ദർഭത്തിൽ മരണത്തിന്റെ അല്ലെങ്കിൽ പ്രയാസകരമായൊരു സാഹചര്യത്തിൽ കൂടെ അവൻ കടന്നു പോകുമ്പോൾ അവന്റെ മനസ്സിൽ ഇതേപോലുള്ള രണ്ട് ചിന്തകൾ ഉയർന്നു വരികയാണെങ്കിൽ, ഒന്ന് അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്, ഒന്ന് തന്റെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ, ആ പാളിച്ചകളിൽ നിന്ന് എനിക്കെങ്ങനെ മോചനം കിട്ടുമോ എന്നോർത്തുള്ള ഒരു വ്യഥ, ഒരു ആധി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, ആ രണ്ട് സന്ദർഭവും പ്രതീക്ഷയും പാപത്തെക്കുറിച്ചുള്ള ഭയവും ഒന്നിച്ച് അയാളിൽ വന്നാൽ അയാൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അള്ളാഹു അയാൾക്ക് നൽകും. എന്താ അയാൾ പ്രതീക്ഷിച്ചത്? അള്ളാഹുവിലുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ എനിക്ക് പടച്ചവൻ നന്മ ചെയ്തു തരും, പടച്ചവൻ എന്റെ പാപങ്ങൾ പുറത്തു തരും, പടച്ചവൻ എന്നെ കൈവടിയില്ല എന്ന ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷ അവനിൽ അള്ളാഹു നൽകുകയും മാത്രമല്ല പാപത്തെക്കുറിച്ചുള്ള ഭയം, ആ ഭയം അവനിൽ നിന്ന് നീക്കിക്കൊടുത്തുകൊണ്ട് അവനെ അള്ളാഹു സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഏതൊരു സന്ദർഭത്തിലും പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതൊരു സന്ദർഭമായിരുന്നാലും, സന്തോഷത്തിന്റെ സമയം മാത്രമല്ല, ഏതൊരു സമയത്തും പടച്ചവനെ കുറിച്ചുള്ള നല്ല വിചാരം. വിശുദ്ധ ഖുർആൻ പറയാണ്, ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലദ്ദാല്ലൂൻ. സൂറത്തുൽ ഹജ്റിലെ 56-ാമത്തെ ആയത്താണ്. വഴി പിഴച്ചവരല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആർക്കാണ് ആശ മുറിഞ്ഞു പോവുക? അള്ളാഹുവിന്റെ കാരുണ്യം അതെന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന തിരിച്ചറിവ് ഇല്ലാതായി പോകുന്നത് വഴിപിഴച്ചവർക്ക് മാത്രമാണ്. ഏതൊരു പ്രയാസവും വരുമ്പോഴും അവനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ആ മാനസികാവസ്ഥ അത് അവനിൽ ഉണ്ടാകുമ്പോൾ, ഒരു വിശ്വാസിയിൽ ഉണ്ടാകുമ്പോൾ അവൻ വിജയികളുടെ കൂട്ടത്തിൽ പെടുകയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ ഗാഫിറിൽ, എന്റെ കാര്യം ഞാൻ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു വിടുകയാണ്. എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ പ്രതീക്ഷിച്ച് ആ പ്രതീക്ഷയ്ക്കപ്പുറമാണ് എന്റെ ജീവിതം ഉണ്ടായിത്തീരുന്നത്. സന്തോഷത്തിൻ്റെതായ ഒരുപാട് സമാധാനത്തിൻ്റെതായ അവസ്ഥയാണ്. ഞാനിത് അള്ളാഹുവിൽ വിടുന്നു. അല്ല, എന്റെ അധ്വാനങ്ങളൊക്കെ വിഫലമായി എന്ന് തോന്നുകയാണ്, ഞാൻ കണക്ക് കൂട്ടുന്നതൊന്നും നടക്കാതെ പോവുകയാണ്. ആ സന്ദർഭത്തിലും പടച്ചവനെ നിന്നിൽ ഞാനിതാ ഇതർപ്പിക്കുകയാണ് റബ്ബേ എന്ന് ഒരു മനുഷ്യൻ അള്ളാഹുവിൽ വിധി പറഞ്ഞാൽ, അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ അവനെ കൈവിടാതെ സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയാണ്. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. അല്ലാഹു മതി എന്ന് ആര് എപ്പോ ഏത് സന്ദർഭത്തിൽ പറയുന്നുവോ, അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവനെ അള്ളാഹു കൈവിടുകയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ്, ഉണ്ടായ സന്ദർഭങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി, നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഒരുപാട് രോഗികൾ മരിച്ചുപോയി. എന്നിട്ടും നമ്മൾ മരിച്ചില്ല എന്നുള്ളത്, എന്നിട്ടും നമ്മൾ അപകടത്തിൽ പെട്ടില്ല എന്നുള്ളത് പടച്ചവൻ നമ്മെ പ്രത്യേകം പരിഗണിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. ഏതോ ഒരു സന്ദർഭത്തിൽ നമ്മൾ നിർവഹിച്ച ഒരു പ്രാർത്ഥനയുടെ പരിണിതിയായിരിക്കാം അത്. പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ സമയമാകുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയമാകുമ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, പടച്ചവനെ കുറിച്ചുള്ള പ്രതീക്ഷ ഒരിക്കൽ പോലും സത്യവിശ്വാസിയിൽ നഷ്ടപ്പെട്ടു പോകരുത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ സൂചിപ്പിച്ചൊരു സംഭവം, ശ്രുതി എന്ന പെൺകുട്ടിയുടെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യൻ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ പടച്ചവനെ പരിഹസിക്കുന്ന, ചോദ്യം ചെയ്യുന്ന സന്ദർഭം. ചലനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്ത് പോലും ഇതെന്താ പടച്ചവൻ ഇങ്ങനെ ചെയ്തത് എന്ന് ശങ്കിച്ചുപോയി. അപകടകരമാണ് ആ ചിന്ത. അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത്, എന്തേ റബ്ബേ നീ എന്റെ വാക്ക് കേൾക്കാത്തത്, എന്റെ പ്രാർത്ഥന പരിഗണിക്കാത്തത്? എനിക്കെന്തേ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ദുര്യോഗം വരുന്നു? ഗൾഫിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ അവസ്ഥ അതാണ്. ഓരോന്ന് പ്രവർത്തിച്ച് പിന്നെയും അത് പൊട്ടി അങ്ങനെ. അപ്പോൾ പോലും നിരാശയുടെ ലാഞ്ചന പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ് മതം പഠിപ്പിക്കുന്ന സന്ദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറഞ്ഞു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ സദസ്സിൽ വന്നിരിക്കുന്ന ഒരു സ്വഹാബി ഒരു കുഞ്ഞിനെയുമായിട്ടാണ്. ഒരു കുഞ്ഞിനെ, നമ്മളൊക്കെ കേട്ട സംഭവമായിരിക്കാം, ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് എപ്പോഴും വരിക. കുറച്ചു ദിവസമായി ആ മനുഷ്യനെ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട് അന്വേഷിച്ചു പോയി. അപ്പോൾ അവിടെ പോയപ്പോ ആ കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു. ഒരു കുഞ്ഞ്, സ്വന്തം കുഞ്ഞ് മരിച്ചു പോയിരിക്കുന്നു. ആ ഒരു നിരാശയിലാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ അടുക്കലേക്ക് വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സദസ്സിലേക്ക് വരാൻ കഴിയുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ കുഞ്ഞ് വിരിഞ്ഞു പോയ സങ്കടത്തിൽ ജീവിക്കുകയാണല്ലോ. താങ്കളുടെ കുഞ്ഞ് നാളെ സ്വർഗത്തിൽ താങ്കളെ സ്വീകരിക്കാനുണ്ടാവുകയാണെങ്കിൽ താങ്കളുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിതാവ് മറുപടി പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എന്റെ കുഞ്ഞ് സ്വർഗകവാടത്തിൽ എന്നെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഇന്ന് എന്റെ കുഞ്ഞ് പിരിഞ്ഞു പോയതിലുള്ള നിരാശ അതെനിക്കില്ലാതാവും. ഞാൻ അതേ ഓർത്ത് കാത്തിരിക്കും പ്രവാചകരെ. അതാണ് എന്റെ സന്തോഷവും സംതൃപ്തിയും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, ഒന്നിച്ചുപോയ സ്വഹാബികൾ ചോദിച്ചു, ഇത് ഇദ്ദേഹത്തിന് മാത്രം പ്രത്യേകതയായിട്ടുള്ളതാണോ? അല്ല. കുഞ്ഞു മരിച്ചുപോയ പിതാക്കന്മാർ, മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് അവരെ നാളെ സ്വർഗ കവാടത്തിൽ സ്വീകരിക്കാവുന്ന കുഞ്ഞുങ്ങളായി അവർ മാറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഒരു ദുരന്തമാണ് കുഞ്ഞു മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ അതുപോലും നാം ക്ഷമിച്ച് പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അപ്പേരിലൊരു നിരാശ പോലും നമ്മളില്ലാത്ത വിധത്തിൽ നാം ജീവിക്കാൻ ആവുകയാണെങ്കിൽ പടച്ചവൻ നമുക്ക് തരുന്നത് സ്വർഗമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ദുരന്തങ്ങൾ വരുമ്പോൾ അത് വയനാടിന്റെ ദുരന്തമായിരുന്നാലും ഏതെങ്കിലും മറ്റ് അപകടങ്ങളായിരുന്നാൽ പോലും അതൊക്കെ തന്നെയും നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ശുദ്ധീകരിച്ച് എന്നാ പറയുക, ഒരു വജ്രം കണക്കെ അതിനേക്കാൾ മേന്മയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച് പടച്ചവൻ ഒരുക്കി വെച്ച മഹാ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 മക്കളായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഒരേ ഒരു മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 3 പെൺമക്കൾ, സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം. 3 പെൺമക്കൾ യുവതികളായിരിക്കെ ഒരു മകൾക്ക് 31 വയസ്സ്, മറ്റൊരു മകൾക്ക് 23 വയസ്സ്, മറ്റൊരു മകൾക്ക് 27 വയസ്സ്. അങ്ങനെ യുവതികളായിരിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 പെൺമക്കൾ മരിച്ചുപോയത്. സൈനബ്, റുഖിയ, ഉമ്മു കുൽസൂം. അതിൽ സൈനബും ഉമ്മു കുൽസൂം മരിക്കുന്നത് ഒരേ വർഷം ഹിജ്റ 630. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ആൺകുട്ടികളുണ്ടായിരുന്നു. ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം, 3 ആൺകുട്ടികൾ. ഈ മക്കളെയും ഒക്കെയും മരിച്ചു പോയതെപ്പോഴറിയോ? 2, 3, 1, 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. പ്രവാചകൻ അനുഭവിച്ച മക്കൾ നഷ്ടപ്പെട്ട വേദന മറ്റാരനുഭവിച്ചിട്ടുണ്ടാവും? 6 മക്കൾ, 3 കൊച്ചു ആൺകുട്ടികളും 3 യുവതികളായ പെൺകുട്ടികളും വിട പറഞ്ഞു പോയിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട്
പാതിരാക്ക് എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ച് കാലിൽ നീര് വന്ന ഘട്ടത്തിൽ പോലും അഫലാ അകൂന അബ്ദൻ ഷക്കൂറ എന്നാ പറഞ്ഞത്, മറുപടി പറഞ്ഞത്, ഞാൻ പടച്ചവന്റെ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന്. ഇവിടെ ദുനിയാവിലെ വിഭവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പട്ടിണി, എന്താണ് സന്തോഷകരമായ ഒരു ജീവിതമില്ല. നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ പ്രവാചകന് മനസ്സുഖമുള്ള ഒരു ജീവിതമില്ല പ്രവാചകന്. എന്നിട്ട് പോലും അഫലാ അകൂന അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് പറഞ്ഞ് അതോർത്തുകൊണ്ട് പാതിരാവിലെ എഴുന്നേറ്റ് പടച്ചവനെ കുറിച്ച് മാത്രം ചിന്തിച്ച് പടച്ചവനിൽ സർവവും അർപ്പിച്ച് ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ചിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രം, അത് നമ്മുടെ മുമ്പിലുണ്ടാവണം. എന്ത് ദുരന്തം വരുമ്പോഴും നമ്മളൊന്നും പ്രവാചകൻ അനുഭവിച്ച മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല. ആ ഒരു ചിന്തയോടെ തന്നെ പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ ചര്യ, അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു എന്തെന്ത് അനുഗ്രഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം വായിച്ച ഒരു സംഭവം പറയാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഈ രക്തം, ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കെ 4-ാം മാസം മുതൽ എൻ്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുക. 63 വർഷക്കാലമായിട്ടും അതങ്ങനെ തന്നെ ഭംഗമേതുമില്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ ഇപ്പം BS അച്യുതാനന്ദൻ 100 വയസ്സാണ് എനിക്ക് തോന്നുന്നു അല്ലേ? അടുത്തായി 100 വർഷക്കാലമായി ആ മനുഷ്യന്റെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുക. ഇതിലൊരു ഭംഗം, ഒരു ചെറിയൊരു വ്യത്യാസം വന്നാൽ മതി, ഒരു നേർത്ത വ്യത്യാസം വന്നാൽ കഴിഞ്ഞു, അതോടെ നമ്മുടെ ജീവിതം അവസാനിച്ചു. ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ട്രില്യൺ കണക്കിനുള്ള കോശങ്ങളിലേക്ക് രക്തമെത്തുന്നത്. ഈ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ രക്തധമനികളുണ്ടല്ലോ, സിരകളെന്നും ഞരമ്പുകളും എന്നൊക്കെ പറയുന്ന രക്തധമനികൾ 90,600 ചില്ലാണം കിലോമീറ്ററാണ് ഓരോ മനുഷ്യന്റെയും ശരീരത്തിലുള്ള രക്തധമനികളുടെ നീളം. 90,600 ചില്ലാണം. നമ്മുടെ ഭൂമിയുടെ ചുറ്റളവ് 40,000 ഉള്ളൂ, 40,075 അല്ലേ? അപ്പോ എന്റെ ശരീരത്തിൽ രക്തയോട്ടം നിർവഹിക്കപ്പെടുന്ന ആ സംവിധാനം, ആ ധമനികളൊന്ന് നീളത്തിൽ വെച്ച് ഭൂമിയെ 2 വട്ടം ചുറ്റിയാൽ പോലും ബാക്കിയായിരിക്കും. എന്താസൂത്രിതമായിട്ടാണ് ഓരോ ശരീരവും, നമ്മുടെ ഓരോ ശരീരവും പടച്ചു ഒരുക്കി തന്നത്. അള്ളാഹു നമ്മെ പരിഗണിച്ചിട്ടില്ലേ? അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടില്ലേ? ഈ രീതിയിൽ ഓരോ മനുഷ്യനെ കുറിച്ച് നോക്കൂ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. ഈ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സത്യമാണെന്ന് അവർക്ക്, നമ്മൾക്ക്, ലോകത്തുള്ള ഓരോ ജനങ്ങൾക്കും ബോധ്യമാകത്തക്ക രീതിയിൽ വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വഴിക്ക് വഴിയായി വഴിയെ ഇറക്കിക്കൊണ്ടേയിരിക്കും. ഖുർആൻ പറയാം, ഖുർആൻ സത്യമാണ് എന്നുള്ളതിന്, ഖുർആനിന്റെ വചനങ്ങൾ സത്യമാണ് എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രകൃതിയിൽ, അത് വയനാട് ദുരന്തം പോലെ വരാം, വേറെ പല രീതിയിലും വരാം. എന്നിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ രക്തധമനിയെ കുറിച്ച്, അത്തരത്തിൽ നമ്മെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കൂ. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ അത് നിങ്ങളിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങളുടെ ലോകത്ത് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്ന് അതിനിടയിൽ ജീവിക്കുന്നവരാണ് നാം. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായ പ്രയാസമുണ്ടാവാം, ശാരീരികമായി പ്രയാസമുണ്ടാവാം, വേറെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പേരിൽ
വിഷമിച്ചിരിക്കുകയല്ല, അതിനേക്കാളേറെ വലിയ സന്തോഷവും അനുഗ്രഹവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന തിരിച്ചറിവിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. അവിടെയാണ് സത്യവിശ്വാസി എന്ന രീതിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുക. അങ്ങനെ വിജയിക്കുന്ന സത്യവിശ്വാസികൾക്കാണ് അള്ളാഹു വലിയ അനുഗ്രഹമായി, കണക്കില്ലാത്ത ഒരു മനുഷ്യന്റെയും ഭാവനയിൽ വിരിയാത്ത, ഒരു ഭാവനക്കും തീരുമാനിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. കണക്കില്ലാത്ത, അറ്റമില്ലാത്ത അനുഗ്രഹമായ സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്കുള്ള പ്രയാണം അത് എളുപ്പമാവാൻ വേണ്ടിയാണ് ഇവിടെ പരീക്ഷണങ്ങൾ നൽകുന്നത്. ആ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോകാനുള്ള പരിശ്രമമായിരിക്കണം അങ്ങത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായിട്ട് കരുണാനിധിയായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരയണമേ അള്ളാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരയണമേ റഹ്മാനെ. ജീവിതയാത്രയിൽ വന്നുപോയിട്ടുള്ള പോരായ്മകൾ റബ്ബേ നീ പുറത്തു തരയണമേ അള്ളാഹ്. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അള്ളാഹ്. മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഇവയെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ അള്ളാഹ്. ഞങ്ങളെ സംരക്ഷിക്കുന്നതിനിടയിൽ വീഴ്ചകളും പോരായ്മകളും അവർക്ക് വന്നുപോയെങ്കിൽ റബ്ബെ നീ പുറത്തു കൊടുക്കണമേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ക്ഷീണിതരാണ്, അവശരാണ് റബ്ബെ. അവരുടെ അവശത, അവരുടെ ക്ഷീണം, അവരുടെ രോഗം നീ മാറ്റിക്കൊടുത്തവർക്ക് സമാധാനം നൽകണമേ അള്ളാഹ്. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ സത്യവിശ്വാസികൾ പ്രയാസത്തിലാണ്, പരീക്ഷണത്തിലാണ്, ദുരിതത്തിലാണ് റബ്ബേ. അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ, അവരെ നീ സംരക്ഷിക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വം നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين.